ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് മുമ്പ് വിവരങ്ങൾ നൽകാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും വേണം ഇലക്ഷൻ കമ്മീഷൻ. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതിക്ക് ഒരു തിരിച്ചടിയായിരുന്നു ഇന്നലെ സുപ്രീം കോടതി ലഭിച്ചത്. സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ വളരെ ബുദ്ധിപൂർവ്വമൊക്കെ വാദിച്ചു നോക്കി. പക്ഷേ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനകത്ത് ഇത്തരം രേഖകൾ സമർപ്പിക്കാൻ സുപ്രീം കോടതിക്ക് ജൂൺ വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത്ര കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നതിനകത്ത് ഒരു അനൗചിത്യമുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനൗചിത്യം എന്ന വാക്ക് മാത്രമല്ല SK അതിൽ സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു ഹർജി തന്നെ സമർപ്പിക്കാനുള്ള അവകാശം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായിട്ടുള്ള SBIക്ക് എങ്ങനെ കിട്ടി എന്ന സംശയമാണ് സുപ്രീം കോടതി പ്രകടിപ്പിച്ചത്. കാരണം ഈ ഉത്തരവ് നമ്മുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവാണ്. വിയോജിപ്പുണ്ടാകാം, ആ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപമുണ്ടാകാം. പക്ഷേ ഈ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മേന്മയും ആ ഉത്തരവ് നടപ്പാക്കിയാണ് അവർ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ SBI പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇനിയും സമയം വേണം, ജൂൺ വരെ സമയം വേണം എന്നുള്ളതാണ്. വലിയ തന്ത്രപരമായിട്ടുള്ള വാദങ്ങളാണ് SBIക്ക് വേണ്ടി ഹരീഷ് സാൽവെ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകൻ ആയിട്ടുള്ള ഹരീഷ് സാൽവെ നിരത്തിയത്. ഹരീഷ് സാൽവെ ആദ്യം കോടതിയെ അറിയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവ് തങ്ങൾ നടപ്പാക്കിയെന്നാണ്. ആ നടപ്പാക്കിയെന്ന കാര്യം കൊണ്ട് വിവരിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇലക്ട്രൽ ബോണ്ട് വിതരണം ചെയ്യുന്നത് നിർത്തിവെച്ചു എന്നുള്ളതാണ്. പക്ഷേ സുപ്രീം കോടതി അതുകൊണ്ട് തൃപ്തമായില്ല. ഈ വിവരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ 26 ദിവസമായിട്ട് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യമാണ് ചോദിച്ചത്. ആ ഘട്ടത്തിലാണ് ഈ വിവരങ്ങൾ 2 സൈലോകളിലായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ രഹസ്യാത്മകത കോർ ബാങ്കിംഗ് സിസ്റ്റത്തിലെ സംവിധാനം ഉപയോഗിച്ച്, അത് റിവേഴ്സ് കോർ ബാങ്കിംഗ് സിസ്റ്റം നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ വേഗത്തിൽ ക്രമീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന വാദമാണ് SBI ഉന്നയിച്ചത്. അതിനെയൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ പാർട്ടികൾ പണം കൈപ്പറ്റിയത് കറണ്ട് അക്കൗണ്ട്, ഇതിനായിട്ടുണ്ടാക്കിയ കറണ്ട് അക്കൗണ്ടുകളിലൂടെയല്ലേ? ഈ കറണ്ട് അക്കൗണ്ടുകളിലെ വിവരങ്ങൾ സംഭരിക്കുക അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യം ഒന്നുമല്ലല്ലോ എന്ന് ഉൾപ്പെടെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ SBIയുടെ അപേക്ഷകൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം SK ഇതിൽ ഈ വാദിഭാഗമായിട്ട് ഈ കേസിലുണ്ടായിരുന്ന വിഭാഗത്തിനോട് അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും ഇന്നലെ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതി വളരെ കൺവിൻസ്ഡ് ആയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ താല്പര്യം, വിവരാവകാശ നിയമത്തിൻ്റെ താല്പര്യം, ഇവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് വൈകിട്ടതിനുള്ളിൽ ഈ SBI ഈ നടപടി ഈ വിവരങ്ങൾ കൈമാറണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് കോടതി ഈ വിവരങ്ങൾ എവിടെ ഉണ്ട് എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SBIയുടെ മുംബൈ ആസ്ഥാനത്ത് ഈ വിവരങ്ങളെല്ലാം ഉണ്ട്. ഇനി അത് വളരെ നിസ്സാരമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് കൈമാറുക എന്ന കടമ മാത്രമേ ഉള്ളൂ. അത് നിർവഹിക്കാനായിട്ടാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഈ തീരുമാനം SBIയെ സംബന്ധിച്ച്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എന്ന് അവകാശപ്പെടുന്ന SBIയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ്. SK നിരീക്ഷിച്ചതുപോലെ SBI ഈ വിഷയത്തിൽ എന്ത് നിലപാട് ഇന്ന് ഇത് നൽകുന്ന കാര്യത്തിൽ, ഈ വിവരങ്ങൾ മൊത്തം നൽകുന്ന കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതുൾപ്പെടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. SBI വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സവാദം എന്ന രീതിയിൽ ചില സാങ്കേതികത ഉന്നയിക്കാൻ നോക്കി. കാരണം തങ്ങളിങ്ങനെ തിരക്കിട്ട് വിവരം നൽകിയാൽ അത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു വിവരം തെറ്റിപ്പോയാൽ പിന്നീട് അതുകൊണ്ടുണ്ടാകുന്ന പഴി അത് കേൾക്കാൻ തങ്ങൾ തയ്യാറല്ല. ഈ സാവകാശം വേണ്ടത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ഇതൊന്നും അംഗീകരിച്ചില്ല. ഈ യുഗം ഏതാണെന്നും ഇവിടെ ഉള്ള സംവിധാനങ്ങളുടെ വേഗത എത്രമാത്രമാണ് എന്നതും SBIക്ക് മാത്രമല്ല സുപ്രീം കോടതിക്കും അറിയാം എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നലത്തെ ആ വിധി. SK. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഈ കോടതിയുടെ സാന്നിധ്യം ജനങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം പകരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നലത്തെ സുപ്രീം കോടതി വിധി. മാത്രവുമല്ല, ഇതിനകത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്തോ ഒളിച്ചു കളിക്കാനുണ്ടെന്ന രീതിയിലാണ് അവർ ശ്രമിച്ചത് എന്നുകൂടി ഇന്നലത്തെ അവരുടെ വാദഗതിയിൽ മനസ്സിലാക്കുന്നു. അതിനിടയ്ക്ക് അനോര പറയുന്നു, സുപ്രീം കോടതി അഭിഭാഷകനല്ലല്ലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകൻ. താങ്കൾക്ക് അറിയുന്നല്ലോ, ഹരീഷ് സാൽവെ സുപ്രീം കോടതി അഭിഭാഷകനാണ്. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇന്നലെ ഹാജരായി എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ജനങ്ങൾക്ക് വളരെ സുതാര്യത നൽകാൻ, ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടിൽ അവർ എന്താണ് കാണിച്ചത് എന്നറിയാൻ ഈ നാട്ടിലെ ഓരോ പൗരനും അവകാശമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.